വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ദ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി, അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഫോസ്റ്ററിങ് ദ സേവിങ് ഹാബിറ്റ്സ് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ ബാങ്കുകൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ, അതായത് ഒരു രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഏതൊരു രാജ്യത്തിൻ്റെ വികസനത്തിനും പണം ആവശ്യമാണ്, അല്ലേ? ഡെവലപ്മെൻറ്റിന് പണം ആവശ്യമാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ലൈഫ് ബ്ലഡാണ് ഫിനാൻസ് എന്ന് നമ്മൾ പറയും. ആ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള രീതിയിൽ ബാങ്കുകൾ ഒരു രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ രാജ്യത്തെ താങ്ങി നിർത്തുന്നത് ബാങ്കിങ് സിസ്റ്റമാണ്. രാജ്യത്തിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ബാങ്കിങ് സിസ്റ്റമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫങ്ഷനാണ് പറയുന്നത് ഫോസ്റ്ററിങ് ദ സേവിങ് ഹാബിറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ കയ്യിലുള്ള പണം അത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബാങ്കുകൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സീറോ ആണ്, അല്ലേ? അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, അല്ലേ? അതായത് അവർ അത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് എങ്കിൽ അവർക്കതിന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കിട്ടാതെ വെറുതെ അവരുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് നഷ്ടമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് പിന്നീട് പല ആളുകൾക്കും ലോൺ കൊടുക്കുന്നത്. സോ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്, അതായത് രാജ്യത്തുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് ബാങ്കുകളാണ്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കേട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ജാം ട്രിനിറ്റി. ഈ ജാം ട്രിനിറ്റി എന്ന് പറയുന്നത്, ജാം എന്ന് പറഞ്ഞാൽ ജൻധൻ, ആധാർ ആൻഡ് മൊബൈൽ. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ജൻധൻ യോജന. സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എല്ലാ ആളുകൾക്കും റുപ്പേ കാർഡ് ഓഫർ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക. വൺ നേഷൻ വൺ കാർഡ് എന്നുള്ളതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. വൺ നേഷൻ വൺ കാർഡ്, അതാണ് ആധാർ കാർഡ്. വൺ നേഷൻ വൺ പെൻഷൻ, അല്ലേ? ഒറോപ്പ്. അതുപോലെ തന്നെ വൺ റാങ്ക് വൺ പെൻഷൻ, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് വൺ നേഷൻ വൺ റേഷൻ കാർഡ്. അതുപോലെ തന്നെ വൺ നേഷൻ വൺ ടാക്സ്, GST. അതുപോലെ തന്നെ നമ്മുടെ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം വൺ നേഷൻ വൺ കാർഡ് എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങുക, അതുപോലെ തന്നെ അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക, അതുപോലെ മൊബൈലുമായിട്ട് അത് ലിങ്ക് ചെയ്തുകൊണ്ട് SMS അലർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, DBTയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ആരാണോ ബെനിഫിഷ്യറീസ് അവർക്ക് നേരിട്ട് അതിൻ്റെ ആനുകൂല്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഈ റേഷൻ കടകളൊക്കെ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് മാത്രം പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള പണം അവർ വീട്ടിൽ വയ്ക്കുന്നതിന് പകരം അത് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ ബാങ്കുകളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടാകും. അതുവഴി അവർക്ക് ഒരുപാട് ആളുകൾക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ലെൻഡ് ചെയ്യാൻ പറ്റും, വായ്പ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയും പ്രൊഡക്ഷൻ കൂട്ടുകയും അതുവഴി ആളുകളുടെ കയ്യിൽ ഇൻകം കൂടുകയും രാജ്യത്തിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫോസ്റ്ററിങ് ദ സേവിങ് ഹാബിറ്റ്സ് ഓഫ് ദി പീപ്പിൾ എന്നതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇതിനകത്ത് ചെറുതായിട്ട് സൂചിപ്പിച്ചു. ആക്സലറേറ്റ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ഓർ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. അപ്പോൾ ഇക്കോണമിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും.
ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പണം ബാങ്കുകൾ കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഇവിടെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വികസനങ്ങളും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാവാത്ത സിറ്റുവേഷനിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം ബാങ്കുകൾ കൊടുക്കുകയാണെങ്കിൽ അതുവഴി ഒരുപാട് വികസനം നമ്മുടെ രാജ്യത്ത് സാധ്യമാകും. ദാറ്റ് ഈസ് ആക്സലറേറ്റ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. മറ്റൊന്ന് ഫിനാൻസിങ് ഇൻഡസ്ട്രി. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാനമായിട്ടും പങ്ക് വഹിക്കുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. 3 സെക്ടേഴ്സ് ഉണ്ട്, അറിയാലോ. അഗ്രികൾച്ചർ സെക്ടർ, അല്ലെങ്കിൽ നമ്മളതിനെ പ്രൈമറി സെക്ടർ എന്ന് പറയാറുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഈ 3 സെക്ടർ ഉണ്ട് എങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനം ഏത് സെക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം അത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. കാരണം അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ആൻഡ് ഫോഡർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. എന്നാൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് കൂടുതലായിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അല്ല എങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിനകത്ത് വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനകത്താണ് കൂടുതൽ തൊഴിൽ സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും ഉള്ളത്. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ ഫ്ലറിഷ് ചെയ്യണം. ആ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് സെക്ടർ മുന്നോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സെക്ടേഴ്സും പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. FDI പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ GSTയിൽ കുറവുകൾ കൊടുക്കുന്നത്, എക്സംഷൻസ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് സബ്സിഡീസ്, ഒരുപാട് സപ്പോർട്ടുകൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബാങ്കുകളുണ്ട്. IDBI, അതുപോലെ തന്നെ IFCI തുടങ്ങിയ ഒരുപാട് ബാങ്കുകൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിലുണ്ട്. അപ്പോൾ അതുവഴിയും ഈ ബാങ്കുകൾ ഒരു രാജ്യത്തിൻ്റെ വികസന പ്രക്രിയകളിൽ പങ്കാളികളാകുന്നു. മറ്റൊന്ന് ഫെസിലിറ്റേറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് ഇന്ത്യ ബേസിക്കലി ആൻ അഗ്രേറിയൻ ഇക്കോണമി ബിക്കോസ് അറൗണ്ട് 49% ഓഫ് ദി ടോട്ടൽ വർക്കിംഗ് പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഫോർ ദെയർ ലൈവ്ലിഹുഡ്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 49% വർക്കിംഗ് പോപ്പുലേഷൻ, ജോലിയെടുക്കുന്ന ആളുകൾ അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൂടുതൽ പാവപ്പെട്ട ജനങ്ങൾ, ഏകദേശം 16 or 20 മില്യൺ ഫാമിലീസ് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഏതൊരു ബഡ്ജറ്റിലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കൃഷി സിഞ്ചയ് യോജന തുടങ്ങിയ ഒരുപാട് ഇറിഗേഷൻ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുകൾ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസുകൾ അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് ഗവൺമെൻറ് ഒരുപാട് കോടിക്കണക്കിന് രൂപകൾ സബ്സിഡീസായിട്ടും ഇൻട്രസ്റ്റ് സബ്വെൻഷൻസൊക്കെ ആയിട്ട് ഒരുപാട് പണം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഈ അഗ്രികൾച്ചർ സെക്ടറിന് കിട്ടുന്ന സപ്പോർട്ട് വളരെയധികം വലുതാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നബാർഡാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നബാർഡാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് എന്ന് പറയുന്നത്, നബാർഡ്. അതുപോലെ തന്നെ RRBs, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ദെൻ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് തുടങ്ങിയ ഒരുപാട് ബാങ്കുകൾ ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, ആവശ്യമായിട്ടുള്ള ഫുഡ് എല്ലാ ആളുകൾക്ക് സപ്ലൈ ചെയ്യുക, മാത്രമല്ല ഇൻഡസ്ട്രിയൽ സെക്ടറിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ ഒരുപാട് നിരവധി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് അഗ്രികൾച്ചർ സെക്ടർ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സെക്ടറിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടതും ആ സെക്ടറിനെ പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുവരേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ആ സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ബാങ്കുകളും പങ്കാളികളാകുന്നു. നബാർഡ്, RRBs, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് തുടങ്ങിയ ഈ ബാങ്കുകൾ വഴി അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് സപ്പോർട്ടുകൾ കൊടുക്കുന്നു. മാത്രമല്ല ബാങ്കുകൾ ഈ അഗ്രികൾച്ചർ സെക്ടർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് PSL എന്ന് പറയും, ആ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്രികൾച്ചർ ലോൺ 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഏറ്റവും കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് കർഷകർക്ക് ലോണുകളൊക്കെ ലഭിക്കുന്നത്. അതും ബാങ്ക് വഴി കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ MSMEs അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്, നെടുന്തൂണാണ് നമുക്ക് പറയാം. കാരണം സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊവൈഡർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന രണ്ടാമത്തെ സെക്ടറായിട്ട് MSMEs മാറിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ മൊത്തം കയറ്റുമതിയുടെ 40% തരുന്നത് ഈ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസാണ്. അപ്പോൾ ആ ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ MSMEs വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ സെക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഒരുപാട് മെഷേഴ്സ് സ്വീകരിക്കും. നോക്കുക, നമ്മുടെ ഈ ഒരു COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജ് ആയിട്ടുള്ള ആത്മനിർഭർ ഭാരത് അഭിയാനിൽ ഏറ്റവും കൂടുതൽ, അത് 2 ഘട്ടങ്ങളായിട്ടാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ MSME സെക്ടറിന്, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് ഒരുപാട് സപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലും ഒരുപാട് എക്സംഷൻസും GSTയിലെ റിഡക്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 59 മിനിറ്റ്സ് ലോൺ അപ്രൂവൽ, 59 മിനിറ്റിനുള്ളിൽ ലോണ് അപ്രൂവായി കിട്ടും. മാത്രമല്ല അവരുടെ ഡെപ്റ്റ് എത്രയാണോ ഇപ്പോൾ ഉള്ളത് ആ ഡെപ്റ്റിൻ്റെ സർട്ടൈൻ പെർസെൻറ്റേജ് 50% അവർക്ക് ലോൺ എടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തു. റീപേയ്മെൻറ്റിന് കൂടുതൽ ടൈം പീരീഡ് നൽകി. അതുപോലെ തന്നെ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി, PPP എന്ന് പറയും, പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ ഗവൺമെൻറ് നീഡ് സംതിങ്, ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഗവൺമെൻറ് അതിന് ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കും? ഈ ഒരു മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് കൊടുക്കും. അവരുടെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഗവൺമെൻറ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് MSMEസിനായിരിക്കും. അതാണ് പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി തുടങ്ങിയ ഒരുപാട് പോളിസീസ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ബാങ്കുകൾക്ക്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ബാക്ക് ബോണാണ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ബാങ്കുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സിഡ്ബി, അതുപോലെ തന്നെ മുദ്രാ യോജന ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമന്ത്രി മുദ്രാ യോജന, ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സഹായമാണ് മുദ്രാ യോജന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ബാങ്കുകൾ ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വഴി ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഒരുപാട് സപ്പോർട്ട് ലഭിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദെൻ മൂവിങ് ടു ദി 6th പോയിൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ? മോണിറ്ററി പോളിസി ഈസ് ദി പോളിസി ബൈ ദി സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി
ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റെബിലൈസ് ദി ഇക്കോണമി ഓർ ടു ബ്രിങ് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇൻ ദി ഇക്കോണമി. ഇക്കോണമിയിൽ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്താണ് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ? അതിലൊന്ന് പ്രൈസ് സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാം, ഡീഫ്ലേഷൻ കൺട്രോൾ ചെയ്യാം. ദെൻ എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലിറ്റി, ജനങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇൻകം സ്റ്റെബിലിറ്റി. ഈ 3 സ്റ്റെബിലിറ്റിയും കൂട്ടിച്ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി. അതായത് ഇക്കോണമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ക്രൈസിസോ ഫ്ലക്ച്വേഷൻസോ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് മണി സപ്ലൈയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മണി സപ്ലൈയിൽ വേരിയേഷൻസ് വരുത്തിക്കൊണ്ടാണ് ഈ ഒരു സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നതും ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ക്രൈസിസിന് പരിഹാരം കാണുന്നതും. അപ്പോൾ ആ മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുന്നത് ഇന്ത്യയുടെ കേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI ആണ്. ബൈ മന്ത്ലി മോണിറ്ററി പോളിസീസ് അവർ അനൗൺസ് ചെയ്യും. ഓക്കെ, അതിന് നമുക്കൊരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. 5-6 അംഗങ്ങളടങ്ങിയ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പല റേറ്റുകളുണ്ട്. CRR, ക്യാഷ് റിസർവ് റേഷ്യോ, SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റിവേഴ്സ് റിപ്പോ റേറ്റ് തുടങ്ങിയ ഒരുപാട് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ആ ഇക്കോണമിയിൽ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസോ ഡിപ്രഷനോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കോ ഡിപ്രഷനിലേക്കോ പോവാതെ ഇക്കോണമിയെ ലൈവാക്കി നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് ഈ ബാങ്കുകൾ വഹിക്കുന്നത്. അപ്പോൾ RBIയുടെ പ്രധാനപ്പെട്ട പോളിസി ആയിട്ടുള്ള മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? അതിന് താഴെ വരുന്ന ബാങ്കുകളാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. സോ ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. നെക്സ്റ്റ്, പ്രൊമോട്ട് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. വിദേശ കച്ചവടം ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ ട്രേഡിൽ ബാങ്കുകൾ ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു, എക്സ്പോർട്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു, അല്ലേ, ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട ബാങ്കുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എക്സിം ബാങ്ക് എന്ന് പറയും. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കൊക്കെ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്സ്പോർട്ടേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബാങ്കാണ് എക്സിം ബാങ്ക്. അപ്പോൾ അതുവഴിയും ഇൻ്റർനാഷണൽ ട്രേഡിനെ അത് ആക്സലറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം ബാങ്കുകളിൽ ന്യൂമറസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ബാങ്കുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. അതും ഈ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബേസ് ആണെന്ന് പറയാം. മറ്റൊന്ന്, മൊണറ്റൈസേഷൻ ഓഫ് ഇക്കോണമി. മൊണറ്റൈസേഷൻ ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് പല സ്ഥലങ്ങളിലും ബാർട്ടർ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യവസ്ഥ, അല്ലേ? ഗുഡ്സ് വർ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്, അങ്ങനെയുള്ള സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബാങ്കുകൾ കൂടുതൽ വരുന്ന വഴി, അവരുടെ ബ്രാഞ്ചസൊക്കെ പല ഏരിയയിലും ഓപ്പൺ ചെയ്യുന്നത് വഴി ഇത്തരത്തിൽ പണം ഉപയോഗിക്കാത്ത ആളുകളൊക്കെ കറൻസീസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എക്സ്ചേഞ്ചുകളൊക്കെ നടത്താൻ തുടങ്ങും. അതാണ് മൊണറ്റൈസേഷൻ ഓഫ് ദി ഇക്കോണമി. മറ്റൊന്ന്, ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാം റീജിയണൽ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. അതായത് വികസനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ഏരിയകളിൽ നല്ല വികസനം ഉണ്ടാവും, ചില ഏരിയയിൽ ഒരു വികസനം ഉണ്ടാവില്ല. ഇവിടെ ആവശ്യത്തിന് വെള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല, ബ്രിഡ്ജസ് ഉണ്ടാവില്ല, അല്ലെ, കറണ്ട് ഉണ്ടാവില്ല, റോഡുകൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചില ഏരിയയിലുണ്ട്. ചില ഏരിയ നോക്കുമ്പോഴോ ഒരുപാട് വികസനം ഉണ്ടാവും. അപ്പോൾ ഈ വികസനം എത്താത്ത ഏരിയകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പണത്തിൻ്റെ അഭാവമാണ്. അപ്പോൾ ഈ പണം ഇല്ല, അല്ലെങ്കിൽ അവിടെ ബാങ്കുകളുടെ അഭാവമായിരിക്കും, ലാക്ക് ഓഫ് ബാങ്ക്. അപ്പോൾ ഇത്തരം ഏരിയകളിൽ ബാങ്കുകൾ സെറ്റപ്പ് ചെയ്യുന്നത് വഴി അവിടെയുള്ള ആളുകൾക്ക് ലോൺ എടുക്കാനും അവിടെയുള്ള ആളുകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ബാങ്ക് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ
റോഡുകൾ വരുന്നു, പാലങ്ങൾ വരുന്നു, അതുപോലെ തന്നെ മറ്റു ഗതാഗത മാർഗ്ഗങ്ങളൊക്കെ വികസിക്കുന്നു, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. അതുവഴി ഇതുവരെ വികസനമെത്താത്ത പല മേഖലകളും വികസനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റീജിയണൽ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദി പോയിൻറ്റ്സ്. അപ്പോൾ ഈ 10 പോയിൻ്റാണ് എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് എന്താണ് എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ 10 പോയിൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 10 പോയിൻറ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില സബ് പോയിൻറ്റ്സുകളൊക്കെ നമ്മളിതിനകത്ത് തന്നിട്ടുണ്ട്. എല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് എസ്സേയിൽ ലിമിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട പോയിൻറ്റുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതിൻ്റെ ഫങ്ഷൻസും സ്ട്രക്ചറുമായി ഉള്ള ടോപ്പിക്കുകളാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, മാത്രമല്ല ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.